ചെന്നൈ സൂപ്പർ കിങ്സിന് ഉജ്ജ്വല വിജയം ഡൽഹി ക്യാപിറ്റൽസിനെതിരെയായിരുന്നു. 8 വിക്കറ്റിന്റെ വിജയം കരസ്ഥമാക്കി ചെന്നൈ സൂപ്പർ കിങ്സ്. അതിന് നെടുന്തൂണായിട്ട് നിന്നതാരാ? നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ. ഇൻകൺസിസ്റ്റന്റ് ബാറ്റ്സ്മാൻ എന്നൊരു പേരിൽ അറിയപ്പെടുന്ന സഞ്ജു സാംസൺ. എന്താ പറയണ്ടേ, 2 സെഞ്ചുറി കഴിഞ്ഞു, ഒരു അർദ്ധ സെഞ്ചുറി നേടി. ഇതിന്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ കുഞ്ഞ് ഇന്നിങ്സുകൾ കളിച്ചിട്ട് പുള്ളി പോയി. ഇന്നത്തെ ദിവസം കളിയുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ബോളർമാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചായിരുന്നു. ഡൽഹി ബാറ്റ്സ്മാൻമാർ ആദ്യം ബാറ്റ് ചെയ്തു. ചെന്നൈ ബോളർമാർക്കെതിരെ പിടിച്ചു നിൽക്കാൻ ഭയങ്കര പാടായിരുന്നു. അഖിൽ ഹുസൈൻ, അതുപോലെ തന്നെ എത്രയോ നല്ല മികച്ച, അതായത് അഖിൽ ഹുസൈൻ്റെ ബോളിങ്ങിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഫാസ്റ്റായിട്ട് എറിയുന്ന ചില ആംബോൾസ് ആണ് പുള്ളിയുടെ ഒരു പ്രത്യേകത. പിന്നെ ജാമി ഓവർട്ടൺ, എന്താ നല്ല പ്ലെയർ, ഒരു രക്ഷയില്ല, കിടുക്കനായിട്ട് എറിയുന്നുണ്ട്. അൻഷുൽ കാമ്പോജിലൊന്നും വിക്കറ്റൊന്നും കിട്ടിയില്ല, പക്ഷെ കൊള്ളായിരുന്നു. മുകേഷ് ചൗധരി, കിടിലം ബോളിംഗ്, ഒരു രക്ഷയില്ല. അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ളൊരു കാര്യം, ക്യാപ്റ്റൻസി പക്കയാണ് ഋതുരാജ് ഗെയ്ക്വാദ്. അതിൽ നന്നായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട് കാര്യങ്ങൾ. കാരണം സഞ്ജു സാംസൺ ടീമിലുണ്ട്, എല്ലാം കൊണ്ട് സെറ്റായിട്ട് നിൽക്കുന്ന ഒരു ടീമാണ് ചെന്നൈ. അപ്പോൾ പിന്നെ ഫീൽഡിങ്ങിന്റെ കാര്യത്തിലാണേലും ഒരു രക്ഷയില്ല, നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ് ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട് വരികയാണ്. ഇപ്പം നിലവിൽ 6ാം സ്ഥാനത്താണ്. 5ാം സ്ഥാനത്ത് ഗുജറാത്ത് ടൈറ്റൻസ്, പിന്നെ മുകളിൽ നിൽക്കുന്ന പഞ്ചാബ് കിങ്സ്, രാജസ്ഥാൻ റോയൽസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, RCB, ഈ ടീമുകളാണ്. ഇനി വരുന്ന കളികളിൽ ചെന്നൈ സൂപ്പർ കിങ്സ് വിജയിക്കുകയാണെങ്കിൽ, എല്ലാ കളികളിലും വിജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്ലേ ഓഫിൽ കടക്കും. 10 കളികളിൽ നിന്നും 10 പോയിന്റ്, 5 വിജയം 5 തോൽവി, ഈ നിലയിലാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒരു നിൽക്കുന്നത്. എന്തായാലും ബാറ്റ്സ്മാൻമാരുടെ റൺസിന്റെ പട്ടികയിൽ 5ാം സ്ഥാനത്തേക്ക് സഞ്ജു സാംസൺ വീണ്ടും എത്തി. 10 കളികളിൽ നിന്ന് 402 റൺസാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. അപ്പം എന്തായാലും സഞ്ജു എല്ലാ കളികളിലും അതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുമായിരുന്നെങ്കിൽ നാശിച്ചു പോവുകയായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ റൺമല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1ാം സ്ഥാനത്ത് തന്നെ അദ്ദേഹം നിന്നേനെ. ഇന്നത്തെ മത്സരം തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് സഞ്ജു സാംസൺ ബാറ്റ് ചെയ്തത്. കാരണം ബോളേഴ്സിന് അനുകൂലമായിട്ടുള്ളൊരു പിച്ചായിരുന്നു. മിച്ചൽ സ്റ്റാർക്ക്, ലുങ്കി എങ്കിഡി, കുൽദീപ് യാദവ്, അക്സർ പട്ടേൽ, നടരാജൻ, ഇവർക്കെതിരെ അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചു കളിക്കേണ്ട ഒരു സാഹചര്യം. വലിച്ചടിച്ച് വിക്കറ്റ് കളയാതെ പിടിച്ചു നിന്ന് ബാറ്റ് ചെയ്ത സഞ്ജു സാംസൺ ആദ്യം പതിഞ്ഞു തുടങ്ങിയ കളി, പിന്നീട് കുൽദീപ് യാദവിന്റെ ഓവറിൽ 2 6ഉം 1 4ഉമായിട്ട് അദ്ദേഹം പതുക്കെ പരിപാടികൾ അങ്ങ് തുടങ്ങി. ഇതിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അക്സർ പട്ടേലിന്റെ ഓവറിൽ ആദ്യത്തെ ബോളിൽ സഞ്ജു സാംസൺ നേടിയ ഒരു സിക്സർ ഉണ്ട്. ആ സിക്സർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ക്ലാസ് തെളിയിക്കുന്ന ഒരു സിക്സർ ആയിരുന്നു. ഓഫ് സൈഡിലേക്ക് അനായാസം, അധികം ആയാസോ കാര്യമൊന്നും ഇല്ലാതെ ടൈമിങ്, ബാറ്റ് വെച്ച് കൊടുത്ത രീതി എല്ലാം പെർഫെക്റ്റ് ക്ലാസ്, ഒന്നും പറയാനില്ല. അത്രയ്ക്ക് നല്ല ഷോട്ട്. പിന്നെ ബാക്കി കളിച്ച മൊത്തത്തിലൊരു 6 6 ആണ് അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്നാണ്. എല്ലാം ഒന്നിനൊന്നിന് മെച്ചം. നല്ല സമയത്ത്, അതായത് കുറച്ച് സ്ലോ വിക്കറ്റ് ആയിരുന്നു അവിടെ. എന്താ പറയുക, ഡൽഹി ബോളേഴ്സിന് സാധ്യത ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു. തുടക്കത്തിൽ തന്നെ ഋതുരാജ് ഗെയ്ക്വാദിനെ നഷ്ടപ്പെട്ടു. അത് ലുങ്കി എങ്കിടിക്കായിരുന്നു വിക്കറ്റ്. പിന്നീട് വന്ന ബാറ്റ്സ്മാൻ ഉർവിൽ പട്ടേലിന്റെ വളരെ വേഗത്തിൽ സ്കോർ നേടി 17 റൺസ്. പക്ഷേ അക്ഷർ പട്ടേലിന്റെ ബോളിൽ അദ്ദേഹത്തിനെ സ്റ്റംപ് ചെയ്ത് പുറത്താക്കി. കേരള രാഹുലിന്റെ ഒരു സ്റ്റംപിങ് ഉണ്ടായിരുന്നു. അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന്റെ അടിച്ച ഷോട്ടെല്ലാം ഭയങ്കര മാസ് ഷോട്ടായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും ഒരു ലോങ് ഇന്നിങ്സ് കളിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു എന്താണ് അദ്ദേഹം എന്നുള്ളത് അദ്ദേഹം തെളിയിക്കും. പക്ഷെ ചെറിയ വെടിക്കെട്ട് നടത്തി കയറി പോകുന്നൊരു വരും. പിന്നീട് സഞ്ജുവിന്റെ കൂടെ കാർത്തിക് ശർമ്മ വന്നു. കഴിഞ്ഞ കളിയിലെ ഫോം തന്നെ കാർത്തിക് ശർമ്മ തുടർന്നു. ആദ്യ ബോളിൽ തന്നെ 4 വായിച്ചു. പിന്നീട് ആവശ്യത്തിനനുസരിച്ച് സ്ട്രൈക്ക് മാറ്റി കളിച്ചു. അധികം എന്താ പറയുക, റിസ്ക് ഒന്നും എടുക്കാത്ത ഒരു ബാറ്റിംഗ്. സഞ്ജുവിന് കൂട്ടായിട്ട് കാർത്തിക് ശർമ്മ എത്തിക്കഴിഞ്ഞപ്പോൾ കളി വളരെ നിയന്ത്രിതമായി ചെന്നൈ സൂപ്പർ കിങ്സിന്. രണ്ടുപേരും തമ്മിൽ 100 റൺസിന് മുകളിൽ പാർട്ണർഷിപ്പ്. ഡൽഹി ബോളർമാർക്ക് പിന്നീട് ഒന്നും ചെയ്യാനായില്ല. അപകടകാരിയായ മിച്ചൽ സ്റ്റാർക്കിന്റെ ഓവർ ഉണ്ടായിരുന്നു. ഓവറിൽ നമ്മൾ കുറച്ച് അപകടമൊക്കെ പ്രതീക്ഷിച്ചു. കാരണം അങ്ങനത്തെ ഒരു ബോളറാണ്, ലോകോത്തര ബോളർ. നമുക്ക് പ്രതീക്ഷിക്കാത്ത സമയത്ത് അദ്ദേഹം വിക്കറ്റ് പറയും. സൂക്ഷ്മതയോടുകൂടി സഞ്ജു സാംസണും കാർത്തിക് ശർമ്മയും ബാറ്റ് ചെയ്തു. പിന്നീട് ഒന്ന് ഫോം ആയി കഴിഞ്ഞപ്പോൾ സഞ്ജു എല്ലാ ബോളർമാരെയും അടിച്ച് പരത്തിക്കളഞ്ഞു. അതായിരുന്നു അവസ്ഥ. കാരണം അത്രയും പൊള്ളിയൊന്ന് പതുങ്ങി നിന്നിട്ട്, അത് പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ സെഷനിൽ ഹർഷ ബോബ്ലെ ചോദിച്ച സമയത്താണല്ലോ അദ്ദേഹം പറഞ്ഞു, സ്ഥിരം കളിക്കുന്ന രീതിയിലല്ലല്ലോ, കുറച്ച് പതിഞ്ഞ താളത്തിലാണല്ലോ കളിച്ചത്. സഞ്ജു പറഞ്ഞത് ആ വിക്കറ്റിനനുസരിച്ച് അദ്ദേഹം ശ്രദ്ധിച്ച് കളിച്ചു. അദ്ദേഹം പറഞ്ഞു,
ഞാനിന്ന് കുറച്ച് സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിച്ചാണ് കളിച്ചത്. അല്ലാത്ത പക്ഷം നമ്മൾ കണ്ടിട്ടുണ്ട് സഞ്ജുവിൻ്റെ ഇൻകൺസിസ്റ്റൻസി നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട്. ക്ഷമയില്ലാതെ ചില സമയത്ത് വിക്കറ്റ് വലിച്ചെറിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ക്ഷമയോടുകൂടി ബാറ്റ് ചെയ്ത് വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത് ചെന്നൈ സൂപ്പർ കിങ്സിനെ വിജയത്തിലേക്ക് എത്തിച്ചു. ചെന്നൈ സൂപ്പർ കിങ്സ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരാളാണ് മഹേന്ദ്ര സിംഗ് ധോണി എന്ന വലിയ മനുഷ്യൻ. 5 IPL കപ്പുകൾ നേടിക്കൊടുത്തിട്ടുള്ള ചെന്നൈയുടെ ഒരേ ഒരു ക്യാപ്റ്റൻ. അദ്ദേഹം പരുക്ക് മൂലം ടീമിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ചെന്നൈ ഫാൻസിന്റെ ആകെയുള്ളൊരു നിരാശ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്തായാലും ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടിയിട്ട് സമീർ റിസ്വിയുടെ വകയും ട്രിസ്റ്റൻ സ്റ്റെപ്സിന്റെ വകയും നന്നായിട്ട് ബാറ്റിംഗ് നമുക്ക് കാണാൻ പറ്റി. പത്തും നിസംഗ, KL രാഹുൽ എന്നിവർ പെട്ടെന്ന് തന്നെ മടങ്ങി. കരുൺ നായർ വന്നു 2 4 അടിച്ച് അദ്ദേഹം നിലയുറപ്പിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ വിക്കറ്റ് നൂർ അഹമ്മദ് നേടി. എന്തോ മൊത്തത്തിൽ ഇന്ന് ചെന്നൈക്ക് വേണ്ടിയിട്ട് വെച്ചിരുന്ന ഒരു കളി പോലെ തോന്നി. കാരണം ബാറ്റിങ്, ബോളിങ്, ഫീൽഡിങ് എല്ലാത്തിലും മികച്ചു നിന്നത് ചെന്നൈ. ഡൽഹിക്ക് ഒന്നും തന്നെ ചെയ്യാനില്ലായിരുന്നു. അതുപോലെ അത്രയും മികച്ച രീതി ഡൽഹി അവരുടെ ഹോം ഗ്രൗണ്ടിൽ തന്നെ, അതായത് ടോസ് കിട്ടിയത് ഡൽഹിക്ക്, അവർ ബാറ്റിംഗ് എടുത്തു. ശരിയായിരുന്നു, ബാറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവർക്ക് പിച്ച് ദുഷ്കരമാണ്. ആ ഒരു ഇതിൽ തന്നെ KL രാഹുൽ ബാറ്റിംഗ് എടുത്തു. KL രാഹുൽ അല്ല, അക്ഷർ പട്ടേൽ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. പക്ഷേ തുടക്കം ആദ്യത്തെ 5 വിക്കറ്റ് പെട്ടെന്ന് തന്നെ പോയി. അതായിരുന്നു ചെന്നൈ ബോളേഴ്സ് അവിടെ ആധിപത്യം പുലർത്തിയത്. അക്കീൽ ഹുസൈൻ, നൂർ അഹമ്മദ്, അൻഷുൽ കാംബോജ്, മുകേഷ് ചൗധരി, ഗുർജൻ പ്രീത് ഇവരെല്ലാം കൂടെ ചേർന്ന് ഡൽഹിനെ വരിഞ്ഞു മുറുക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ശേഷം നമ്മുടെ ബാറ്റ്സ്മാൻമാർ സഞ്ജുവും കാർത്തിക് ശർമ്മയും കൂടെ ചേർന്ന് തീർത്തു. അപ്പോൾ ഇനി ചെന്നൈക്ക് പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രതീക്ഷയുണ്ട്, ഉറപ്പായിട്ടും പ്രതീക്ഷയുണ്ട്. 2 മാച്ച് ഇനി വരുന്നത് ലക്നൗ സൂപ്പർ ജയൻസുമായിട്ട്, ഒരു അവേ മാച്ചും ഒരു ഹോം മാച്ചും. പിന്നീട് വരുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദും ഗുജറാത്ത് ടൈറ്റൻസുമായിട്ട്. ഇതിൻ്റെ അകത്ത് ഗുജറാത്ത് ടൈറ്റൻസ് ഈ 4 കളികളിൽ നന്നായിട്ട് കളിച്ച് ജയിക്കുക. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ അവരുടെ റിവഞ്ച്, ചെന്നൈ ജയിച്ച് റിവഞ്ച് തീർക്കുക. കാരണം അവർ ജയിച്ചതിന് ശേഷം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ വക വിസിലടിച്ച് ചെന്നൈനെ കളിയാക്കുന്ന കുറച്ച് പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ കണ്ടിരുന്നു. അപ്പം അതിനൊക്കെ ഒരു മറുപടിയായിട്ട് ചെന്നൈ നന്നായിട്ട് കളിച്ച് കയറി വരണം, വളരെ ശക്തമായ രീതിയിൽ തന്നെ. അതായത് നമുക്കറിയാം, ഒരു ട്രേഡ് നടന്ന സമയത്ത് സഞ്ജു സാംസൺ ഇങ്ങോട്ട് വന്ന സമയത്ത് രവീന്ദ്ര ജഡേജയും സാം കറനെയും രാജസ്ഥാൻ റോയൽസിന് നൽകിയാണ് സഞ്ജുവിനെ ചെന്നൈ കോട്ടയിലേക്ക് കൊണ്ടുവന്നത്. പല ആളുകളും പറഞ്ഞു ഈ ട്രേഡ് വളരെ മോശമായിപ്പോയി, തെറ്റായിപ്പോയി, രവീന്ദ്ര ജഡേജയെ പോലെ ഒരു താരത്തിനെ കൈമാറേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ. പക്ഷേ ആ ട്രേഡ് ശരിയായിരുന്നു എന്ന് സഞ്ജു സാംസൺ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഉത്തരവാദിത്വത്തോടുകൂടി കളിക്കുക എന്ന് പറയുന്നത്. തനിക്ക് ചെന്നൈ ടീം നൽകിയ സ്വീകാര്യത അദ്ദേഹം നല്ല രീതിയിൽ, എന്താ പറയുന്നത്, ആ ഒരു സ്വീകാര്യതയ്ക്ക് മറുപടിയായിട്ട് അദ്ദേഹം നന്നായിട്ട് ബാറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ടാലന്റ് അവിടെ തെളിയിക്കും. ഈ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി മിന്നി മറിയുന്നുണ്ട്. ഋതുരാജ് ഗെയ്ക്വാദാണ് ക്യാപ്റ്റൻ. പക്ഷേ എന്നിരുന്നാലും സഞ്ജുവിന്റെ ഒരു സാന്നിധ്യം അവിടെ കാണാനുണ്ട്. അതാണ് സഞ്ജു സാംസൺ എന്ന് പറയുന്ന പ്ലെയറുടെ ഒരു കാര്യം. എന്തായാലും ചെന്നൈ സൂപ്പർ കിങ്സ് മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കാണാം പ്ലേ ഓഫിൽ കയറുമോ അതോ എന്താണ് ചെന്നൈയുടെ ഒരു മുന്നോട്ടുള്ള ഇത്. ഇപ്പോഴത്തെ ഈ ഫോമിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ടീം മൊത്തത്തിൽ ഒരു സെറ്റായ രീതിയിലാണ് പോകുന്നത്. ഋതുരാജ് ഗെയ്ക്വാദ് അത്യാവശ്യം ഇടയ്ക്കൊന്ന് പാളുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് സാധ്യത ഉണ്ട്. അദ്ദേഹം ചില സമയങ്ങളിൽ അദ്ദേഹം ചിലപ്പോൾ നന്നായിട്ട് ഫോമിൽ തിരിച്ചു വരും. ആ ഒരു പ്രതീക്ഷയിൽ നമുക്കിരിക്കാം. ചെന്നൈയുടെ കളി എന്തായാലും കൊള്ളായിരുന്നു. ഡൽഹി ക്യാപിറ്റൽസിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഡൽഹി ക്യാപിറ്റൽസിനെതിരെ തന്നെയാണ് സഞ്ജു സാംസൺ തന്റെ ആദ്യ സെഞ്ചുറി ഈ IPL കുറിച്ചത്. ഒരു സെഞ്ചുറിയിലേക്കുള്ള നീക്കം തന്നെയായിരുന്നു ഈ കളിയും. പക്ഷെ എന്നിരുന്നാലും കാർത്തിക് ശർമ്മയുടെ മികച്ച ഒരു ഇന്നിങ്സ് അവിടെ ഉള്ളപ്പോൾ സഞ്ജുവിന് സെഞ്ചുറി നേടാൻ കഴിഞ്ഞില്ല. കാരണം അതിന് മുന്നേ തന്നെ ടീം ജയിച്ചു. എന്തായാലും ഇന്നത്തെ മത്സരം ചെന്നൈ സൂപ്പർ കിങ്സിന് വളരെയധികം പ്രതീക്ഷ നൽകുന്നതാണ്. പ്ലേ ഓഫിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതയാണ് ഇവിടെ തുറന്നു വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മാച്ച്. എന്തായാലും ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ പോരാട്ടങ്ങൾ കനക്കും. ആര് വിജയിക്കും ആര് തോൽക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.